എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഗ്ലോബൽ ഗൈഡ് ദാജി മഹാരാജ് അത് ഈയിടെ ഒരു ശാസ്ത്രജ്ഞനുമായിട്ട് നടത്തിയ ഒരു ചർച്ച, അത് വളരെ പ്രസക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ നിന്നപ്പോൾ. അദ്ദേഹം ലോകപ്രശസ്തനായിട്ടുള്ള ആളാണ്. ലിപ്ടൺ ബ്രൂസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇതുപോലെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് ബയോളജി ഓഫ് ബിലീഫ് എന്നാണ്. വിശ്വാസത്തിൻ്റെ ജീവശാസ്ത്രം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ദാജിയുടെ ഒരു ചർച്ച, അത് പ്രധാനമായിട്ടും ദാജിയുടെ പുതിയ പുസ്തകം, അതായത് സ്പിരിച്വൽ അനാറ്റമി, അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മീറ്റിങ്ങിലാണ് ഈ ചർച്ച ഉണ്ടായത്. സ്പിരിച്വൽ അനാറ്റമി എന്ന് പറയുന്നതാണ് ആത്മീയതയുടെ ജീവശാസ്ത്രം എന്നാണ് ദാജിയുടെ ബുക്കിൻ്റെ പേര്. ലിപ്ടൺ ബ്രൂസിൻ്റെ പുസ്തകത്തിൻ്റെ പേര് വിശ്വാസത്തിൻ്റെ ജീവശാസ്ത്രം. അപ്പോൾ രണ്ടും തമ്മിൽ ചില കണക്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. ദാജി തന്നെയാണ് അത് തുടങ്ങി വെച്ച് അദ്ദേഹം ബ്രൂസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാണ് എന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഈ ബയോളജി ഓഫ് ബിലീഫ് എന്നുള്ള പുസ്തകം വളരെ പ്രസിദ്ധമാണ്. അതിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ ഭൗതിക സാഹചര്യം, അതുപോലെ ആന്തരികമായ സാഹചര്യം നമ്മുടെ വിധിയെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു. ഭൗതിക സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ. ആന്തരിക സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ മനോഭാവം, നമ്മുടെ ചിന്തകളുടെ പ്രവാഹം, ഏത് രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നു, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളുടെ കാഴ്ചപ്പാട് എന്താണ്, ഇതിനെയാണ് ആന്തരിക സാഹചര്യം എന്ന് പറയുന്നത്. ബാഹ്യ സാഹചര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അവിടെ നമ്മളെങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്. ഇത് രണ്ടിനും നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡെസ്റ്റിനി, ഇപ്പോൾ ദാജിയുടെ ഡിസൈനിങ് ഡെസ്റ്റിനി ഇല്ലേ, അതുപോലെ ഡെസ്റ്റിനി അല്ലെങ്കിൽ വിധിയെ മാറ്റിമറിക്കാൻ ഈ ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ഘടകങ്ങൾക്ക് പങ്കുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇതുകൊണ്ട് ജനിതക മാറ്റം തന്നെ സംഭവിക്കാമെന്നാണ്. അപ്പം അദ്ദേഹം അത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പരീക്ഷണം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ മുമ്പ് ഒരിക്കൽ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഗർഭിണികളായിട്ടുള്ള അമ്മമാരിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഗർഭിണികളായിട്ടുള്ള അമ്മമാർ, അവർ കുട്ടി ജനിച്ചതിന് ശേഷം കുട്ടിയിലുണ്ടാകുന്ന ജനിതകമായ മാറ്റങ്ങൾ, ഇതിനാണ് പ്രധാനമായിട്ട് അദ്ദേഹം ഗവേഷണം നടത്തി. ഒരു അമ്മയുടെ സാഹചര്യം, ഉള്ളിൽ കുട്ടിയുണ്ട്. അപ്പോൾ ഈ അമ്മയുടെ സാഹചര്യം വളരെ വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് ഇരിക്കാം. എപ്പോഴും ഒരു ഭീഷണിയുടെ അന്തരീക്ഷമാണെന്ന് ഇരിക്കാം കുടുംബത്തിൽ അല്ലെങ്കിൽ സാഹചര്യത്തിൽ. അങ്ങനെ ആവുന്ന സമയത്ത് ആന്തരികമായിട്ട് ഈ കുഞ്ഞിന് എന്ത് സംഭവിക്കും, ഗർഭസ്ഥ ശിശുവിന് എന്ത് സംഭവിക്കുന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അമ്മയുടെ ബാഹ്യമായിട്ടുള്ള സാഹചര്യം വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിൽ ഒരു പ്രതിരോധത്തിൻ്റെ ഒരു രീതിയിലായിരിക്കും ഈ അമ്മയുടെ പെരുമാറ്റം. ഒന്നുകിൽ ആ സാഹചര്യത്തിനോട് പൊരുതുക, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് ഓടി ഒളിക്കുക. ഒരു പ്രതിരോധം ആണ്
ആന്തരികമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാവുക. അപ്പോൾ പ്രതിരോധം എന്നുള്ള ഒരു സാഹചര്യം നമ്മുടെ ഉള്ളിൽ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമ്മുടെ കൈകളിലേക്കും കാലുകളിലേക്കും കൂടുതൽ രക്തപ്രവാഹം ഉണ്ടാവും. ഒന്നുകിൽ പ്രതിരോധിക്കണം, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടണം. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഓർ. ഈ രണ്ട് സാഹചര്യത്തിലും ശരീരത്തിൽ നടക്കുന്ന മാറ്റം എന്താണ്? കൈകളിലേക്കും കാലുകളിലേക്കും കൂടുതൽ രക്തപ്രവാഹം. അതുകൊണ്ട് എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ, ഉള്ളിലെ ഗർഭസ്ഥ ശിശുവിനും ഇതേ സംഗതി സംഭവിക്കാം, ഇതേ മാറ്റം. ഗർഭസ്ഥ ശിശുവിൻ്റെ കൈകളിലേക്കും കാലുകളിലേക്കും കൂടുതൽ രക്തം പ്രവഹിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഗർഭസ്ഥ ശിശുവിന് കൈയും കാലും ആവശ്യമില്ല. അപ്പോൾ കൈയും കാലും ഇങ്ങനെ ചുരുങ്ങിയിട്ടിരിക്കുന്നത്. അതിന് പ്രസവിച്ചതിന് ശേഷമല്ലേ അത് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം അതിൻ്റെ ആന്തരിക അവയവങ്ങൾ, അതായത് വയറ്റിലുള്ള മറ്റ് അവയവങ്ങൾ, ദഹന വ്യവസ്ഥ, തലച്ചോറിൻ്റെ വികാസം, ഈ കാര്യങ്ങൾക്കാണ് രക്തപ്രവാഹം ആവശ്യമായിട്ടുള്ളത്. അതിനു പകരം കൈകളിലേക്കും കാലുകളിലേക്കും കൂടുതൽ രക്തം പ്രവഹിക്കുമ്പോൾ തലച്ചോറിലേക്ക് ഒഴുകുന്ന രക്തപ്രവാഹത്തിൻ്റെ അളവ് കുറയും. ദഹന വ്യവസ്ഥയിലേക്ക് പോകേണ്ട രക്തപ്രവാഹം കുറയും. അപ്പം എന്ത് സംഭവിക്കും? അവിടുത്തെ അവയവങ്ങൾ വേണ്ട രീതിയിൽ വളരില്ല. അപ്പോൾ ദഹന വ്യവസ്ഥയ്ക്ക് തകരാറുള്ള കുട്ടികൾ, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഗാസ്ട്രോ എൻട്രോളജി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് എത്രമാത്രമാണ് പണ്ട് ഇല്ലാതിരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുപോലെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറയുമ്പോൾ ഓർമ്മക്കുറവുള്ള കുട്ടികളും, വേണ്ട രീതിയിൽ തലച്ചോറ് പ്രവർത്തിക്കാത്തവർ, വിവിധ തലച്ചോറിനോട് ബന്ധപ്പെട്ട അസുഖങ്ങൾ. മാത്രമല്ല തലച്ചോറിന് പ്രതിരോധിക്കുന്ന ഒരു ഭാഗമുണ്ട്, ബാക്ക് സൈഡ്. സൃഷ്ടിപരമായിട്ടുള്ള ചിന്തകളോട് ബന്ധപ്പെട്ട ഒരു ഫ്രണ്ട് സൈഡ്, രണ്ട് സൈഡുണ്ട്. അപ്പോൾ അമ്മ ഈ പ്രതിരോധത്തിൻ്റെ മാനസിക നിലയിലായതുകൊണ്ട് കുട്ടിക്കും ബ്രെയിനിൻ്റെ ബാക്ക് സൈഡ് കൂടുതൽ വളരും, ഫ്രണ്ട് സൈഡ് കാര്യമായിട്ടുള്ള വളർച്ച ഉണ്ടാവില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? കുട്ടി വളർന്നു വരുമ്പോഴും ചെറിയ സാഹചര്യത്തിൽ പോലും പ്രതികരിക്കുന്ന സ്വഭാവമുള്ള ആളായി, സൃഷ്ടിപരമായിട്ട് ചിന്തിക്കുന്നതിന് പകരം ചെറിയൊരു സംഗതി ഉണ്ടാകുമ്പോഴേക്കും പൊട്ടിത്തെറിക്കുന്ന പ്രകൃതമായിരിക്കും. ഇത് കാരണം ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്ത് അമ്മ അത്തരം സാഹചര്യത്തിൽപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. ഇത് അദ്ദേഹം ശാസ്ത്രീയമായിട്ട് തെളിയിച്ചു. നമ്മൾ ഇന്ത്യയിലെ മഹാഭാരതത്തിലും രാമായണത്തിലൊക്കെ ഇത് വർഷങ്ങൾക്ക് മുമ്പുണ്ട് ഈ സംഗതി. നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതും ദാജി ആവർത്തിച്ച് പറയുന്നതാണ്. മഹാഭാരതത്തിലെ ധൃതരാഷ്ട്രൻ്റെയും പാണ്ഡുവിൻ്റെയും വിതുരരുടെയും ജനനം ഒരേ പിതാവിൽ നിന്നാണ് ഇവർ മൂന്ന് പേരും ബീജം സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ രാജകുമാരിമാരുടെ അംബിക, അംബാലിക, അവരുടെ ഭർത്താവ് മരിച്ചു, കുട്ടികളില്ല. അപ്പോൾ രാജ്യഭരണത്തിന് രാജ്യാവകാശമില്ല. അപ്പോഴാണ് ഈ രാജാവിൻ്റെ അമ്മ സത്യവതി അന്നത്തെ നിയമം അനുസരിച്ച് നിയോഗം എന്ന് പറയുന്ന ഒരു നിയമത്തിലൂടെ മഹർഷിമാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റാളുകളിൽ നിന്ന് ബീജം സ്വീകരിക്കാനുള്ള അനുവാദം നിയമപരമാണത്. അപ്പോൾ സത്യവതിയുടെ തന്നെ മകനാണ് വ്യാസൻ. അപ്പോൾ അദ്ദേഹത്തിനെ വിളിക്കുക. ആദ്യം അതിനു മുമ്പ് ഭീഷ്മാചാര്യരോട് പറയും. ഭീഷ്മരും സത്യവതിക്ക് മകനെ പോലെയാണ്. കാരണം ഭീഷ്മരുടെ അച്ഛൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ്. ഭീഷ്മരോട് പറയും, നിൻ്റെ പ്രതിജ്ഞ ചെയ്ത സാഹചര്യം മാറി, അതുകൊണ്ട് നിൻ്റെ പ്രതിജ്ഞയ്ക്ക് ഇപ്പോൾ പ്രസക്തിയില്ല, ബ്രഹ്മചാരിയായിരിക്കുക എന്നുള്ളതായിരുന്നു പ്രതിജ്ഞ. അതുകൊണ്ട് നീ ഈ രാജകുമാരിമാരെ വിവാഹം കഴിച്ച്
അതിൽ പുത്രോത്പാദനം നടത്തിയാൽ നമ്മുടെ പരമ്പര നിലനിൽക്കുന്നു. പക്ഷെ ഭീഷ്മർ ഇതിന് തയ്യാറായില്ല. ഭീഷ്മർ പറഞ്ഞു, പ്രതിജ്ഞയുടെ സാഹചര്യം മാറിയാലും പ്രതിജ്ഞ ആത്മാവിൻ്റെ ഒരു പ്രകടനമാണ്, അതുകൊണ്ട് ഞാൻ അതിന് പിന്മാറില്ല. അപ്പം അമ്മയെപ്പോലുള്ള ആൾ പറഞ്ഞിട്ടും അനുസരിച്ചില്ല. അപ്പോൾ മറ്റൊരു മകനെ വിളിക്കുകയാണ്, വ്യാസൻ. അദ്ദേഹം പറയുമ്പോൾ മഹർഷിയാണ്, കാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പം അമ്മയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ രാജകുമാരിമാർ ഭർത്താവ് മരിച്ചു, ഒരുപാട് മാനസിക സംഘർഷത്തിൽ കൂടെ കടന്നു പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അവരുള്ളത്. അപ്പം അവർക്ക് ചില തപശ്ചര്യകൾ ഞാൻ പറഞ്ഞു കൊടുക്കാം. അപ്പം അതൊക്കെ അവർ അനുഷ്ഠിക്കട്ടെ. 1 വർഷം കഴിഞ്ഞ് ഞാൻ വരാം, അതാണ് അനുകൂലമായിട്ടുള്ള സാഹചര്യം. അപ്പോഴേക്കും ഇവർ നേരത്തെ ബ്രൂസ് പറഞ്ഞ പോലെ ആന്തരികമായിട്ട് നല്ലൊരവസ്ഥയിലായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ സത്യവതി അതിന് സമ്മതിച്ചില്ല. 1 വർഷമൊന്നും കാത്തിരിക്കാൻ പറ്റില്ല, ഇപ്പം തന്നെ വേണമെന്നായി. അപ്പോൾ പിന്നെ അമ്മയുടെ ആജ്ഞയിൽ വ്യാസൻ ആലോചിച്ചു, കാലത്തിൻ്റെ ഒഴുക്കിനെ ഞാനായിട്ട് എന്തിനാണ് തടയും? അപ്പം അദ്ദേഹത്തിന് അറിയാം എന്താണ് സംഭവിക്കാൻ പോകണമെന്നുള്ളത്. അതുപോലെ തന്നെ സംഭവിച്ചു. ആദ്യത്തെ രാജകുമാരി, ഇദ്ദേഹത്തിൻ്റെ രൂപം, കറുത്ത രൂപവും വല്ലാത്തൊരു രൂപമാണ് വ്യാസൻ്റെ എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. അത് കണ്ട് പേടിച്ച് കണ്ണടക്കി. അപ്പം അതൊന്നുണ്ടായ പുത്രനാണ് ധൃതരാഷ്ട്ര അല്ലെങ്കിൽ അന്ധനായിപ്പോയത്. 2ാമത്തെ രാജകുമാരി കണ്ണടച്ചില്ല, വിളറി വെളുത്തു. വിളറി വെളുക്കുക എന്ന് പറഞ്ഞാൽ സ്കിന്നിലേക്കുള്ള രക്തപ്രവാഹം കുറഞ്ഞു. അതുകൊണ്ട് കുട്ടിയും അതുപോലെ തന്നെ പാണ്ഡുവായിട്ട് മാറി. കുട്ടിയുടെ സ്കിന്നിന് മഞ്ഞ കളറാണ് പാണ്ഡുവിൻ്റെ സ്കിന്നിന്. അപ്പം അങ്ങനെയുള്ള 2 കുട്ടികളാണ് ജനിച്ചത്. അപ്പോൾ ഇത് വ്യാസൻ സത്യവതിയോട് പറഞ്ഞപ്പോൾ എന്നാൽ 1 പ്രാവശ്യം കൂടി ഒരു ശ്രമം നടത്താമെന്നായി. അപ്പം ഈ 2 രാജകുമാരിമാർ അതിന് തയ്യാറായില്ല. അപ്പോൾ ഒരു തോഴി അയക്കുക, അവർ തോഴി. അപ്പോൾ തോഴിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് മാനസികാവസ്ഥ? വ്യാസൻ എന്ന് പറഞ്ഞ മഹർഷിയെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുമായിട്ട് തൽക്കാലം അവർ താൽക്കാലികമായിട്ടെങ്കിലും ഇദ്ദേഹം എൻ്റെ ഭർത്താവാകുമല്ലോ എന്നുള്ള ചിന്ത, ഈശ്വരനോടുള്ള നന്ദിബോധം, സ്നേഹം, ഭക്തി, സമർപ്പണം, ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള മനോഭാവത്തോടു കൂടിയാണ് അവർ സമീപിക്കുന്നത്. അതെന്നാണ് മഹാനായിട്ടുള്ള വിദുരരുടെ ജന്മം. അപ്പോൾ മഹാഭാരതത്തിൽ പറയുന്ന ഈ സംഗതി, അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ അതിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് എന്താണ്? അതിൻ്റെ ജാതകമാണോ? അത് ജനിക്കുന്ന സ്ഥലമാണോ? അത് ജനിക്കുന്ന സമയമാണോ? മാതാപിതാക്കളുടെ സാമ്പത്തിക സ്ഥിതിയാണോ? ഒന്നുമല്ല. അച്ഛൻ്റെയും അമ്മയുടെയും മാതാപിതാക്കളുടെ മനോഭാവമാണ് കുഞ്ഞിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതെന്ന് മഹാഭാരതം 6000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചിരിക്കുന്നു. അപ്പം അതാണ് ലിപ്റ്റൺ ബ്രൂസ് ശാസ്ത്രീയമായിട്ട് തെളിയിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആത്മീയ ശാസ്ത്രങ്ങൾ, പ്രാചീനമായിട്ടുള്ള ആത്മീയവും യോഗശാസ്ത്രങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ തെളിയിക്കപ്പെട്ട വസ്തുത, ശാസ്ത്രീയമായിട്ടല്ല എന്ന് മാത്രം, മഹർഷിമാരുടെ ഉള്ളിൽ തെളിഞ്ഞതാണ് അവർ പറയുന്നത്. ലിപ്റ്റൺ ബ്രൂസ് തെളിയിച്ചിരിക്കുക. അപ്പോൾ ഈ പുസ്തകത്തിന് വളരെയധികം പ്രാധാന്യം കിട്ടി. അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ഒരു പുസ്തകമായിരുന്നു ഈ ബയോളജി ഓഫ് ബിലീഫ്. എല്ലാ ആത്മീയ സാധകനും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. പ്രത്യേകിച്ച് ആത്മീയതയുടെ ശാസ്ത്രീയത നമുക്ക് കൂടുതൽ ബോധ്യമാവും. സദാജി വസ്തുതകൾ പറയുന്നത് ഇങ്ങനെ, ഇത്തരം പ്രസിദ്ധമായിട്ടുള്ളൊരു പുസ്തകമാണത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ ലിപ്റ്റൺ ബ്രൂസ് കൈകാര്യം ചെയ്യുന്ന വിഷയം ശാസ്ത്രമാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്?
തെളിയിക്കപ്പെട്ടതാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം പറയും, ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയം ആത്മീയത എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, പിന്നെയോ അല്പം ചാരനിറാണ്, മങ്ങിയത. കാരണം എന്താണ്? നമുക്ക് നേരിട്ട് ശാസ്ത്രീയമായിട്ട് എല്ലാ കാര്യങ്ങളെയും ആത്മീയതയിൽ തെളിയിക്കാൻ സാധ്യമല്ല. അപ്പം അതുകൊണ്ട് സയൻസ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, സ്പിരിച്വാലിറ്റി ഗ്രേ കളറാണെന്ന് പറയണത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അപ്പോൾ ഇത് വസ്തുതയായിരിക്കും. പലരും പറയും ആത്മീയതയ്ക്ക് നമുക്ക് വിശ്വാസം ആവശ്യമുണ്ട് പറയും. ഇപ്പോൾ ദാജി പറയും അങ്ങനെയല്ല. ഇപ്പോൾ ദാജിയുടെ സംരംഭം എന്താണെന്ന് വെച്ചാൽ ആത്മീയത ശാസ്ത്രീയമായിട്ട് പറയുക എന്നുള്ളതാണ്. ആത്മീയതയും ഒരു ശാസ്ത്രമാണ്. ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സൊക്കെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയതയ്ക്ക് നിർവചനം കൊടുത്തിരിക്കുന്നത്, ആത്മീയത എന്ന് പറയുന്നത്, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ദി ആർട്ട് ആൻഡ് സയൻസ് ഓഫ് റിമെമ്പറൻസ് എന്നാണ്. ആത്മീയത എന്ന് പറയുന്നത് സ്മരണ എന്ന കലയും ശാസ്ത്രവുമാണ്. അത് ശാസ്ത്രവും കൂടിയാണ്. ദാജി ഇതിനെ കൂടുതൽ പ്രായോഗികമായിട്ട് ശാസ്ത്രീയമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ശാസ്ത്രീയമായിട്ട് പറഞ്ഞാലേ ആത്മീയ തത്വങ്ങളും സ്വീകരിക്കപ്പെടുള്ളൂ എന്ന് മാത്രമല്ല, ഹാർട്ട്ഫുൾനെസ്സിൽ പറയുന്ന ഈ രാജയോഗ സിദ്ധാന്തത്തിന് വിശ്വാസത്തിൻ്റെ ആവശ്യമേ ഇല്ല. അത് മനസ്സിലാക്കാം. എന്താ കാരണം? നമ്മൾ കണ്ണടച്ച് നമ്മളോട് പറയുന്ന രീതിയിൽ ധ്യാനം ചെയ്താൽ ഈ സംപ്രേഷണം നമ്മളിലേക്ക് ഒഴുകി വന്ന് ബോധത്തിൻ്റെ അവസ്ഥകൾ പടിപടിയായിട്ട് മാറുന്നതായിട്ട് നമുക്ക് അനുഭവവേദ്യമാകും. അപ്പം അതിൽ വിശ്വാസത്തിൻ്റെ പ്രശ്നമേ ഇല്ല. അതാണത് ബോധ്യമാണ്. ആത്മീയതയിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല ഒരാളും ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട്. നമുക്ക് ബോധ്യപ്പെടും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ബോധത്തിൻ്റെ ലെവൽ മാറുന്നതും നമ്മുടെ ഈ ബോധം ബോധവുമായിട്ട് അനുനയത്തിലാവുമെന്നും നമുക്ക് മനസ്സിലാവും. അങ്ങനെ അനുനയത്തിലാവുമ്പോൾ നമുക്ക് മനസ്സിലാവുക നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിനുമായിട്ട് നമ്മൾ സമഞ്ജസമായി പൊരുത്തപ്പെട്ട് സഹകരിച്ച് ഹാർമണിയിൽ ജീവിക്കേണ്ടത് അനിവാര്യത നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെയാണ് വ്യക്തിയുടെ മനോഭാവത്തിൽ മാറ്റം വരുന്നത്. അപ്പം ആന്തരികമായി സംപ്രേഷണം ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം, ഉള്ളിലുള്ള മാറ്റം ഭൗതികമായിട്ട് സ്വഭാവത്തിലും പെരുമാറ്റ രീതിയിലും ജീവിത ലക്ഷ്യത്തിലും പ്രകടമാവുന്നു. ഇങ്ങനെയാണ് ഹാർട്ട്ഫുൾനെസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശാസ്ത്രമാണ്, വിശ്വാസപ്രമാണത്തിൻ്റെ ആവശ്യമില്ല. ദാജിയുടെ ഈ പുസ്തകം സ്പിരിച്വൽ അനാട്ടമിയിൽ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഊർജത്തിൻ്റെ ചക്രങ്ങളിലൂടെ, ഊർജത്തിൻ്റെ ഘനീഭാവത്തിലൂടെ, അതിനാണ് ചക്രം അല്ലെങ്കിൽ പോയിൻ്റ്, ബോധം കടന്നു പോകുമ്പോൾ ബോധത്തിൻ്റെ മാറ്റം വ്യക്തിയുടെ മനോഭാവത്തിലുള്ള മാറ്റം അത് പ്രകടമാവും. അപ്പം അതിനെ അദ്ദേഹം ശാസ്ത്രീയമായിട്ടാണ് ഓരോ പോയിൻ്റുകളെയും വിശദീകരിക്കുന്നത്. ആ പോയിൻ്റുകൾ നമ്മുടെ ശരീരത്തിൽ എവിടെയാണ്, അതിലൂടെ ബോധം കടന്നു പോകുമ്പോൾ എന്ത് ഫീലിംഗ് നമുക്കുണ്ടാവും, ആ ചക്രങ്ങൾക്ക് എന്താണ് നിറം, ഏത് രീതിയിലാണത് പെരുമാറുക എന്നൊക്കെ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിൽ പറഞ്ഞു. അപ്പോൾ ലിപ്ടൺ ബ്രൂസ് പറയുന്ന ഈ പുസ്തകം വളരെ അധികം പ്രസക്തമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. കാരണം ദാജി ആത്മീയതയെ ശാസ്ത്രീയതയുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നു. അത് പരിശീലിക്കുന്ന സമയത്ത് പ്രപഞ്ചവുമായിട്ടുള്ളൊരു താതാത്മ്യം അല്ലെങ്കിൽ ഹാർമണി ഉണ്ടാവുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും അസ്വസ്ഥതകളുള്ള സന്ദർഭങ്ങളിൽ സ്ഥലത്ത് എല്ലാവരും ശാന്തി ആഗ്രഹിക്കുന്നു. പക്ഷേ പ്രായോഗികമായിട്ട് എങ്ങനെ ശാന്തി ഉണ്ടാവും എന്നുള്ളതിന് രാഷ്ട്രീയമായിട്ടൊരു പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധ്യമല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രജ്ഞൻ പറയാണ് ദാജിയുടെ പുസ്തകം വളരെ വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറയുന്നത് ദാജി എന്ന് പറയുന്ന ഈ ലോകത്തിന് വളരെ അനിവാര്യമായ ഒരു മഹത് വ്യക്തിത്വമാണ്. ശാസ്ത്രജ്ഞനാണ് പറയണമെന്നല്ലോ.
എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പ്രപഞ്ചത്തിൻ്റെ പരിണാമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അപൂർവ വ്യക്തികളിൽ ഒരാളാണ്. അദ്ദേഹത്തിനെ പോലുള്ള വ്യക്തിത്വങ്ങൾ പ്രപഞ്ചത്തിന് അനിവാര്യമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പുസ്തകം അദ്ദേഹം പറയുക, നിങ്ങളെല്ലാവരും വായിക്കണം, വാങ്ങിക്കണം. വാങ്ങിച്ചാൽ മാത്രമല്ല, അത് വായിക്കണം, പ്രായോഗികമായിട്ട് ജീവിതത്തിൽ പരിശീലിക്കണമെന്ന് പറയാണ്. ആര്? ഈ ലിട്ടൺ ബ്രൂസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. അപ്പോൾ ദാജി പറഞ്ഞു, നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ മഹത് വ്യക്തികളും ധ്യാനം പരിശീലിച്ചുകൊണ്ടിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ധ്യാനിക്കും, ജീസസ് ക്രൈസ്റ്റ് ധ്യാനിക്കും, മുഹമ്മദ് നബി ധ്യാനിച്ചുകൊണ്ടിരുന്നു. എല്ലാ മഹത് വ്യക്തികളും ധ്യാനിക്കുന്നൊരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ശാസ്ത്രജ്ഞരായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ ധ്യാനിച്ചുകൊണ്ടിരുന്ന ആളാണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ആർക്കിമിഡീസ് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യവുമായിട്ട് അദ്ദേഹം ഒരു ബാത്ത് ടബിൽ കണ്ണടച്ച് ഇങ്ങനെ കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തെളിയുക. അപ്പോൾ ദാജി പറയും, നമ്മൾ ശരീരത്തിനെ റിലാക്സ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തിരിയുന്ന സമയത്ത് ആ ബോധത്തിൻ്റെ ഉന്നതമായ അവസ്ഥയായിട്ടൊരു കണക്ഷൻ നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടുമ്പോൾ നമ്മൾ കാണുന്ന വസ്തുതകൾ, മഹത്തായ പല വസ്തുതകളും വ്യക്തിയുടെ ഉള്ളിൽ തെളിയും. അപ്പോൾ ഈ ആർക്കിമിഡീസും ഈശ്വരവിശ്വാസം കൊണ്ടല്ല അദ്ദേഹം അത് ചെയ്തിരുന്നത്, കണ്ണടച്ച് റിലാക്സ് ചെയ്തതാണ്. അപ്പോഴാണ് ഈ പ്രിൻസിപ്പിൾ മനസ്സിലായത്, ആർക്കിമിഡീസ് തത്വം എന്ന് പറഞ്ഞിട്ട് പിന്നീട് പ്രസിദ്ധമായത്. ഐൻസ്റ്റീൻ്റെ മിക്കവാറും തത്വങ്ങളൊക്കെ ധ്യാനാത്മകമായ തത്വങ്ങളാണ്. കാരണം അദ്ദേഹത്തിന് ലബോറട്ടറിയിൽ കയറി പരീക്ഷണം നടത്താൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ലാബറട്ടറിയിൽ കയറുകയില്ല അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ മിക്കവാറും തത്വങ്ങൾ ധ്യാനാത്മകമായ അവസ്ഥയിൽ അദ്ദേഹത്തിന് തെളിഞ്ഞതാണ് ഈ റിലേറ്റിവിറ്റി എന്ന് പറയുന്ന ആപേക്ഷിക സിദ്ധാന്തം. ഇവരൊന്നും ഈശ്വരവിശ്വാസികളായിരുന്നില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ പിന്നീട് തികഞ്ഞ ഈശ്വരവിശ്വാസിയായിട്ട് മാറി. ആർക്കിമിഡീസ് മിക്കവാറും ശാസ്ത്രജ്ഞന്മാർ ഈശ്വരവിശ്വാസികളല്ല. അപ്പോൾ ദാജി പറയണത്, ഇവരുടെ ജീവിതത്തിലൊക്കെ ഇത്തരം മഹത്തത്വങ്ങൾ അവർക്ക് മനസ്സിലാവുന്നത് അവരുടെ ശരീരം റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ ബോധത്തിൻ്റെ ആഴത്തിലേക്ക് അവരുടെ ബോധം കണക്റ്റ് ആയതാണ്, സ്വാഭാവികമായിരുന്നത്. എന്നാൽ ബോധപൂർവം നമുക്ക് ഈ ഉന്നതമായ ബോധത്തിനായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഇന്നുണ്ട്. അതാണ് ഹാർട്ട്ഫുൾനെസ്. എപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ സംപ്രേഷണം സ്വീകരിച്ചുകൊണ്ട് ബോധത്തിൻ്റെ ഉന്നതമായ തലവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് ഈ പ്രപഞ്ചത്തിലെ ഉന്നതമായ ബോധം നമുക്ക് സ്വായത്തമാക്കാനുള്ള വിദ്യ, അതാണ് ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ രാജയോഗ എന്ന് പറയാം. അപ്പോൾ ശാസ്ത്രജ്ഞന്മാരും പലരും സ്വാഭാവികമായിട്ട് അതുമായിട്ട് കണക്റ്റഡ് ആവുമായിരുന്നു, ആകസ്മികം എന്ന് പറയാം. പക്ഷേ ബോധപൂർവം നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, അതാണ് ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ. അപ്പോൾ അതിൻ്റെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാനും പറ്റും. കാരണം എന്താ, ദാജി തെളിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? മനുഷ്യൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകൾ, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. സുഷുപ്തി എന്ന് പറഞ്ഞാൽ എന്താ? ആഴത്തിലുള്ള ഉറക്കം. ഈ സമയത്തൊക്കെ നമ്മൾ EEG പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ള വൈദ്യുത കാന്തിക തരംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. തലച്ചോറിൻ്റെ ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ എന്നൊക്കെ പറയും. അപ്പോൾ ഒരാൾ ഡീപ്പായിട്ടുള്ള ഉറക്കത്തിലായിരിക്കുന്ന സമയത്ത് അയാളുടെ EEG പരിശോധിച്ചാൽ അതിൽ ഡെൽറ്റ വേവ്സാണ് സാധാരണ കാണുക. ഡെൽറ്റ വേവ്സ് എന്ന് പറഞ്ഞാൽ 3 മുതൽ 5 വരെ ഫ്രീക്വൻസിയുള്ള തരംഗങ്ങൾ നടത്തും. ഒരാൾ ധ്യാനിക്കുന്ന സമയത്ത്, അത് ആദ്യം പരീക്ഷണം നടത്തിയത്
10,000 വർഷം, 10,000 മണിക്കൂറുകൾ, വർഷമല്ല, 10,000 മണിക്കൂർ മെഡിറ്റേഷൻ പരിശീലിച്ചിട്ടുള്ള ബുദ്ധമത സന്യാസികളിൽ അവർ ധ്യാനിക്കുന്ന സമയത്ത് അവരുടെ EEG എങ്ങനെയുണ്ട് നോക്കി. ഇലക്ട്രോ എൻസെഫലോഗ്രാഫ്, തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു വിദ്യയാണ് EEG. നമുക്കറിയാം ECG എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ അറിയാം. EEG എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ, അവിടെ എന്തെങ്കിലും തകരാറുകളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ EEGയിൽ 10,000 മണിക്കൂർ ധ്യാനിച്ച ബുദ്ധമത സന്യാസികളിൽ ഡെൽറ്റ വേവ്സ് ആണ് അവർ കണ്ടെത്തി. ഡെൽറ്റ വേവ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് സംഭവിക്കുക? ഡീപ്പ് സ്ലീപ്പിൽ, ഉറക്കത്തിലാണ് ഉണ്ടാവുക, സുഷുപ്തിയിൽ. അപ്പോൾ ഇവർ പക്ഷേ ഉറങ്ങുകയാണോ? അല്ല, ഉണർന്നിരിക്കുകയാണ്. ധ്യാനത്തിൽ ആരും ഉറങ്ങില്ലല്ലോ. ബോധം ഉണർന്നിരിക്കുന്നു, പക്ഷേ ആന്തരികമായിട്ട് ഈ മെഷീൻ കാണിക്കുന്നത് എന്താണ്? ഉറങ്ങുന്ന പോലത്തെ ആന്തരിക നിലയാണ് വിശ്രമം. അപ്പം ആന്തരികമായിട്ട് ഉറങ്ങുന്ന പോലെ ബാഹ്യമായിട്ട് ഉണർന്നിരിക്കുക. ഇതിനെയാണ് നമ്മൾ ആത്മീയ ശാസ്ത്രങ്ങളിൽ തുരീയം അല്ലെങ്കിൽ 4ാമത്തെ അവസ്ഥ അല്ലെങ്കിൽ ധ്യാനാവസ്ഥ എന്ന് പറയുന്നത്. മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് രാജു പറയും. അപ്പോൾ ഈ പരീക്ഷണം അങ്ങനെയാണ് ആദ്യം തുടങ്ങി വെച്ചത്. അപ്പോൾ ദാജി ആ പരീക്ഷണത്തിന് എന്ത് ചെയ്തു വെച്ചാൽ കോളേജ് സ്റ്റുഡൻസിൽ അവരെ പല പല ഗ്രൂപ്പുകളാക്കി തിരിച്ച് ഫസ്റ്റ് സിറ്റിംഗ് അവർക്ക് കൊടുത്തുകൊണ്ട് ആദ്യത്തെ ഹാർട്ട്ഫുൾനെസ്സിലെ ട്രാൻസ്മിഷനോട് കൂടിയിട്ടുള്ള സിറ്റിങ്ങിൽ അവർ EEG പരിശോധിച്ചു, എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ 95% ആളുകളിലും ഡെൽറ്റ വേവ്സാണ് കണ്ടത്. 3 മുതൽ 5 വരെ ഫ്രീക്വൻസിയിലുള്ള വൈദ്യുതകാന്തിക തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ബുദ്ധമത സന്യാസികളിൽ നടത്തിയ പരീക്ഷണത്തിൽ 10,000 മണിക്കൂർ ധ്യാനം ചെയ്തിട്ടുള്ള ആളുകളിൽ, സന്യാസിമാരിലുണ്ടായിരുന്ന ഡെൽറ്റ വേവ്സാണ് ഹാർട്ട്ഫുൾനെസ്സിലെ ആദ്യത്തെ സിറ്റിങ്ങിൽ. ശാസ്ത്ര മെഷീൻസ് കളവ് പറയില്ലല്ലോ, EEG മെഷീൻ കാണിച്ചത്. അങ്ങനെയാണ് ഇതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ ദാജി സൃഷ്ടിച്ചെടുത്തത്. ട്രാൻസ്മിഷൻ്റെ എഫക്റ്റ്, സംപ്രേഷണം അല്ലെങ്കിൽ പ്രാണാഹുതി, അത് പെട്ടെന്ന് തന്നെ നമ്മളെ ബോധത്തിനെ സുഷുപ്തി എന്നുള്ള അവസ്ഥയിൽ നമുക്ക് അനുഭവിക്കുന്ന ആന്തരികമായ വിശ്രമത്തിലേക്ക് നയിക്കുന്നു. ഇതാണ് അതിൻ്റെ ശാസ്ത്രീയത. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നീട് ലിപ്ടൺ ബ്രൂസ് സംസാരിക്കാൻ പറയും. അദ്ദേഹം പറഞ്ഞു, ദാജി എന്ന് പറഞ്ഞാൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അദ്ദേഹം ഈ പ്രപഞ്ചത്തിന് ഒരു അത്ഭുതമാണ്. കാരണം അദ്ദേഹം ആത്മീയതയിലെ ഒരു ശാസ്ത്രജ്ഞനാണ്. പ്രപഞ്ചത്തിൻ്റെ പരിണാമത്തിന് വേണ്ടിയാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം സ്പിരിച്വൽ അനാട്ടമി എന്ന് പറയുന്നത് വളരെ അനിവാര്യമായൊരു പുസ്തകമാണ്. നമ്മളത് വായിച്ച് മനസ്സിലാക്കി പ്രായോഗികമാക്കേണ്ടിയിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഈ ലോകം വളരെയധികം അസ്വസ്ഥതകളും യുദ്ധവും വളരെ അസ്വസ്ഥമായിട്ടുള്ളൊരവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അമേരിക്കയിലെ നാസ എന്ന് പറയുന്ന ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അവരുടെ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത്, അടുത്ത 20 വർഷത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന മനുഷ്യൻ്റെ നാഗരികത, കൾച്ചറുണ്ടല്ലോ, അത് പരിപൂർണമായിട്ട് തകർന്ന് തരിപ്പണമാവുക. അവരുടെ 20 വർഷത്തിൽ ഇപ്പം കാണുന്ന മനുഷ്യൻ്റെ നാഗരികത തകർന്നടിയും. നമുക്കറിയാം തലമുറകളിലെ മാറ്റം തന്നെ. നമ്മളൊരു 10-30 വർഷം മുമ്പുള്ള സാമൂഹ്യ വ്യവസ്ഥിതിയല്ല എന്നുള്ളത്, അന്നുണ്ടായിരുന്ന കുടുംബ വ്യവസ്ഥിതിയല്ല എന്നുള്ളത്. അപ്പോൾ 20 വർഷത്തിൽ ഇതെല്ലാം തകർന്നടിയും എന്ന് പറഞ്ഞു. നാസ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം പറയാണ്, ശാസ്ത്രജ്ഞനാണ് പറയണത്. ഇതൊരു പ്രവചനമല്ല, ഒരു ശാസ്ത്ര സത്യം അദ്ദേഹം പറയാം.
അദ്ദേഹം പറയണ ആ സാഹചര്യത്തിലും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ജീവിതം മുന്നോട്ട് പോവില്ലേ? അപ്പോൾ അദ്ദേഹം പറയും നമുക്ക് ആശ്രയിക്കാവുന്നത് പ്രാചീന ഭാരതത്തിലെ ആത്മീയ യോഗശാസ്ത്രങ്ങളെ. കാരണം എന്താ? വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ വസ്തുതകളൊക്കെ തെളിയിക്കപ്പെട്ടതാണ് ഇന്ത്യയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗർഭസ്ഥ ശിശുക്കളിൽ നടത്തിയ പരീക്ഷണവും മഹാഭാരതത്തിലെ ഈ 3 രാജകുമാരന്മാരുടെ ജനനവും. അപ്പം അദ്ദേഹം പറയുന്ന പ്രാചീന ഭാരതത്തിലെ ആത്മീയ യോഗശാസ്ത്രങ്ങളും ഇന്നത്തെ ഏറ്റവും വികസിതമായിട്ടുള്ള ക്വാണ്ടം ഫിസിക്സ്, ഇത് രണ്ടും പറയുന്ന ഒരേ വസ്തുതകളാണ്. ഇതാരാണ് പറയുന്നത്? രാജിയല്ല, ലിപ്റ്റൺ ബ്രൂസ് എന്നുള്ള സയൻറ്റിസ്റ്റാണ് പറയുന്നത്. ഭാരതത്തിൻ്റെ ആത്മീയ ശാസ്ത്രങ്ങൾ പറയുന്നതും ഇന്ന് ക്വാണ്ടം ഫിസിക്സ് പറയുന്നതും ഒരേ വസ്തുതയാണ്. അത് ഊർജത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് പറയണു, അത് തന്നെ സ്പിരിറ്റ് ആണെന്ന് പറയണു, ആത്മാവാണെന്ന് ആത്മീയ ശാസ്ത്രങ്ങൾ പറയുന്നു. ഇത് മൂന്നും ഒന്നാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അപ്പം അദ്ദേഹം പറയണത് നമ്മൾ ശരീരം മാത്രമല്ല, ശാസ്ത്രജ്ഞൻ പറയണം, നമ്മൾ ശരീരം മാത്രമല്ല, നമുക്ക് ശരീരത്തിനപ്പുറത്ത് നമ്മളൊരു സ്പിരിറ്റാണ്, നമ്മൾ ഊർജമാണ്, അല്ലെങ്കിൽ നമ്മൾ ആത്മാവാണ്, ഇന്ത്യൻ ഭാഷയിൽ പറഞ്ഞു എന്നുള്ളത് ഇന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളീ കാണുന്ന ശരീരം മാത്രമല്ല എന്നുള്ള കാര്യം ശാസ്ത്രീയമായൊരു വസ്തുതയായിരിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ശാസ്ത്രജ്ഞനായതുകൊണ്ട് ഞാൻ ഈ ആത്മാവിലും സ്പിരിറ്റിലും ഒരു കാലത്തും വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ ഇത് എല്ലാം ശരീരം എന്ന് പറഞ്ഞാൽ കോശങ്ങൾ, ക്രോമസോമുകൾ, DNA, ഇങ്ങനെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള തത്വങ്ങൾ മാത്രമാണ് ശരീരം പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു എൻ്റെ ധാരണ. എന്നിട്ട് അദ്ദേഹം പറയാം, എങ്ങനെയാണ് എൻ്റെ ആ ധാരണ മാറിയതെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളുടെ അവയവങ്ങൾ മറ്റൊരാളിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാതിരിക്കുക എന്നത് വളരെ സാധാരണയല്ലേ. അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ഇപ്പോൾ ഒരാളുടെ കിഡ്നി എടുത്ത് വേറെ ആളുടെ കിഡ്നിയിൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഡോക്ടർമാർ നേരിടുന്ന പ്രശ്നം എന്താണ്? ആരുടെ ശരീരത്തിലേക്കാണോ ഈ മാറ്റി വയ്ക്കുന്നത്, അയാളുടെ ശരീരം ഈ അവയവത്തിനെ ഉടനെ തന്നെ റിജക്റ്റ് ചെയ്യും, തിരസ്കരിക്കും, അത് ആക്സെപ്റ്റ് ചെയ്യില്ല. പ്രതിരോധമാണത് റിജക്റ്റ് ചെയ്യുക. ആ ഓരോരുത്തരുടെ പ്രതിരോധ ശക്തി ഈ പുതിയ അവയവത്തിനെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ആ തിരസ്കരിക്കുന്ന അവസ്ഥയാണ് ഡോക്ടേഴ്സ് നേരിടുന്ന പ്രധാനമായ വെല്ലുവിളി. അപ്പോൾ അവരെന്താ ചെയ്യുക? ചില കെമിക്കൽസ് ഉപയോഗിച്ച്, മരുന്നുകൾ ഉപയോഗിച്ച് ആരുടെ ശരീരത്തിലേക്കാണോ ഈ അവയവം തുന്നിപ്പിടിപ്പിക്കുന്നത് അയാളുടെ പ്രതിരോധ ശക്തിയെ പരിപൂർണമായിട്ട് ഇല്ലാണ്ട്. അപ്പോൾ പ്രതിരോധ ശക്തി ഇല്ലാതെയാക്കിയതിന് ശേഷം, അതായത് പ്രതിരോധ ശക്തി പ്രവർത്തിക്കാനേ പാടില്ല, പ്രവർത്തിച്ചെന്നുണ്ടാവുക ഉടനെ അവയവത്തിനെ പുറന്തള്ളുക. അങ്ങനെ രാസവസ്തുക്കൾ ഉപയോഗിച്ച് പ്രതിരോധ ശക്തി ഇല്ലാതെയാക്കി ഈ അവയവത്തിനെ തുന്നിപ്പിടിപ്പിക്കും. അപ്പോൾ ഈ അവയവം സാധാരണ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നവരെ പ്രതിരോധ ശക്തി പ്രവർത്തിക്കാൻ പാടില്ല. അതിനാണ് ഈ മരുന്നുകൾ കൊടുക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? അതുകൊണ്ടാണ് അവർ ഐസൊലേഷനിൽ വയ്ക്കും. ഇതിന് ഐസൊലേഷനിൽ വയ്ക്കുന്നത്, ആരെങ്കിലും അവരെ കാണാൻ നിന്നാൽ, അടുത്ത് പോയി ഇടപെട്ടാൽ അവരുടെ ഉച്ഛ്വാസവായുവിലുള്ള ബാക്ടീരിയ പോലും ഈ വ്യക്തിക്ക് വലിയ അണുബാധ ഉണ്ടാക്കും. കാരണം എന്താ? ഇയാളുടെ പ്രതിരോധം വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഐസൊലേഷനിൽ വയ്ക്കുന്നത്. 2 മാസമൊക്കെ വയ്ക്കുന്നത്. കിഡ്നി ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 2 മാസം മുതൽ 3 മാസം വരെ ഐസൊലേഷനിലായിരിക്കും ആൾ. സാധാരണക്കാരുടെ അടുത്ത് പോയി ഇടപെടാൻ പറ്റില്ല, ഒരു ചില്ലും കൂട്ടുകൂടെ കാണാനേ പറ്റുള്ളൂ. അതിന് കാരണം അതാണ്, പ്രതിരോധം ഇല്ലാത്ത അവസ്ഥയിലാക്കി വെച്ചിരിക്കുക. പ്രതിരോധ ശക്തി തുടങ്ങിയാൽ ഉടനെ ഇത് റിജക്റ്റ് ചെയ്യും.
ഇതാണ് ഇന്നും ഡോക്ടർമാർ നേരിടുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ലിപ്റ്റൺ ബ്രൂസ് പറയുന്നത്, വേറൊരാളുടെ അവയവം, ഓരോരുത്തരുടെ അവയവത്തിനും അതിൻ്റേതായ സമാനതകളില്ലാത്ത ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ പ്രതിരോധ ശക്തിക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധത്തിന് അറിയാവുന്നത് ഇത് ഞാനല്ല, ഇത് എൻ്റെ അല്ല എന്നപ്പോൾ പറയുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു ഓരോരുത്തർക്കും തനതായ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ സ്പിരിറ്റിൻ്റെ സാന്നിധ്യം പ്രതിരോധ ശക്തിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാനല്ല, ഇത് എൻ്റെ അല്ല എന്ന് പറയാം. അപ്പം അദ്ദേഹം പറയുന്നത് നമ്മുടെ സ്പിരിറ്റിനെ അല്ലെങ്കിൽ ആത്മാവിനെ പ്രതിരോധ ശക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രതികരണം. അതുകൊണ്ടത് ഞാനല്ല എന്ന് പറഞ്ഞത് റിജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപോലെ മറ്റൊരു വ്യക്തിയില്ല. നമ്മളുടെ അവയവം പോലെ മറ്റൊരു അവയവം ഇല്ല ഈ ലോകത്തിൽ. അപ്പം അദ്ദേഹം പറഞ്ഞ ഇതിൻ്റെ അടുത്ത പരീക്ഷണ ഘട്ടത്തിൽ എന്താ സംഭവിച്ചു വെച്ചാൽ ഓരോ വ്യക്തികളിൽ, അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പരീക്ഷണങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഇദ്ദേഹം തന്നെ നടത്തിയ പരീക്ഷണങ്ങൾ, ലിപ്റ്റൺ ബ്രൂസ്, ഇദ്ദേഹം പറഞ്ഞു നമ്മുടെ കോശങ്ങളുടെ ഉപരിതലത്തിൽ ചില പ്രോട്ടീനുകളുണ്ട്. അത് ആൻറ്റിന പോലെ വർക്ക് ചെയ്യും. ഈ ആൻറ്റിനയെ അദ്ദേഹം ഒരു പേര് കൊടുത്തു, സെൽഫ് റിസപ്റ്റേഴ്സ് എന്നാണ് അതിന് പേര്. സെൽഫ് റിസപ്റ്റേഴ്സ്. റിസപ്റ്റർ എന്ന് പറയുന്നത് മോഡേൺ മെഡിസിനിലെ ഒരു പദമാണ്. ഓരോ മരുന്നുകൾ പ്രവർത്തിക്കുന്ന അതിൻ്റേതായ റിസപ്റ്ററുടെ മേലെ ചെന്നിട്ടാണ് പറയും. ഇപ്പോൾ ബീറ്റ ബ്ലോക്കർ, ആൽഫ ബ്ലോക്കർ എന്നൊക്കെയുള്ള മരുന്നുകൾ അതിൻ്റേതായ റിസപ്റ്ററിൻ്റെ മേലെയാണ് വർക്ക് ചെയ്യുക. അതാണ് റിസപ്റ്റർ എന്നുള്ള കോൺസെപ്റ്റ് മെഡിസിനിലുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇദ്ദേഹം അതിന് സെൽഫ് റിസപ്റ്റേഴ്സ് എന്നുള്ള പേര് കൊടുത്തു. പ്രോട്ടീനാണ്, അത് ആൻറ്റിന പോലെ വർക്ക് ചെയ്തത്, കോശങ്ങളുടെ പുറത്താണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം വെച്ചാൽ ഈ ആൻറ്റിന പോലെ പ്രവർത്തിക്കുന്ന ഈ പ്രോട്ടീൻ അല്ലെങ്കിൽ സെൽഫ് റിസപ്റ്റേഴ്സ് സിഗ്നൽസിനെ പുറത്തുനിന്ന് സ്വീകരിക്കാൻ പറ്റും. ഇതിന് സിഗ്നൽസ് ഉണ്ടാക്കി പുറത്തേക്ക് സംപ്രേഷണം ചെയ്യാനുള്ള കഴിവുണ്ട് ഈ സെൽഫ് റിസപ്റ്റേഴ്സിന്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് അദ്ദേഹം അത് ആൻറ്റിന പോലെ വർക്ക് ചെയ്യണമെന്ന്. ടെലിവിഷൻ ആൻറ്റിന പോലെ പ്രോഗ്രാംസ് എവിടുന്ന് വരുന്നു, അത് ടെലിവിഷൻ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഞാൻ ലിപ്റ്റൺ ബ്രൂസ് എന്നുള്ള പ്രോഗ്രാമാണ് ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ടെലിവിഷൻ സെറ്റാണ് ഞാൻ. ലിപ്റ്റൺ ബ്രൂസ് പ്രോഗ്രാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സിഗ്നൽസ് വരുന്ന എവിടെയോ ബ്രഹ്മാണ്ടത്തിൽ നിന്ന് എവിടെയോ നിന്നാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ സിഗ്നൽസിനെ സ്വീകരിച്ച് ശരീരത്തിൽ കൂടെ പ്രവർത്തിപ്പിക്കാനും കഴിയും. ശരീരത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സിഗ്നൽസിനെ പുറത്തേക്ക് സംപ്രേഷണം ചെയ്യാനും കഴിയും ഈ സെൽഫ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്രോട്ടീനിന്. അപ്പം അദ്ദേഹം പറഞ്ഞു ബ്രഹ്മാണ്ടത്തിൽ എവിടെ നിന്നോ ഊർജം അല്ലെങ്കിൽ സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രകടനമാണ് എൻ്റെ ശരീരത്തിൽ കൂടെ പ്രകടമാവുന്നത്. അത് എൻ്റെ ശരീരത്തിലല്ല, എവിടെയോ ആണ്. അപ്പം ആ ഊർജത്തിനെ ഞാൻ സ്വീകരിക്കണു, ഇവിടെ പ്രകടമാക്കണു. ആത്മീയശാസ്ത്രം പറയണത് എന്താ? ആത്മാവ് ശരീരത്തിലൂടെ, ഇന്ദ്രിയങ്ങളിലൂടെ, മനസ്സിലൂടെ, ബുദ്ധിയിലൂടെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ പ്രകടമാകുന്നതല്ലേ. അതിനെ ലൈഫ് ഫോഴ്സ് എന്ന് പറയും. നമ്മൾ ജനിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലേക്ക് വരും. ജീവിതത്തിലുടനീളം ഈ ലൈഫ് ഫോഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവും. എപ്പോൾ ഈ ലൈഫ് ഫോഴ്സ് നമ്മളെ വിട്ടുപോകുന്നോ അപ്പോൾ നമ്മൾ ബോഡി ഡ്രോപ്പ് ആവും, നമ്മൾ മരിക്കുന്നു. അപ്പോൾ ആ ലൈഫ് ഫോഴ്സുമായിട്ടാണ് താതാത്മ്യം പ്രാപിക്കേണ്ടതെന്ന് രാജി പറയും. അതിനെയാണ് ഈശ്വരനുമായിട്ടുള്ള താതാത്മ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ളൊരു വസ്തുതയാണ് ലിപ്റ്റൺ ബ്രൂസ് കണ്ടെത്തിയത്. ഈ സെൽഫ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ പ്രോട്ടീൻ അല്ലെങ്കിൽ ആൻറ്റിനയുടെ വർക്കിംഗ് അദ്ദേഹം ബോധ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറയണ ഒരു നിമിഷം എനിക്കൊരു ഷോക്കായി പോയി. ഞാൻ ആത്മാവിലും സ്പിരിറ്റിലൊന്നും വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ വ്യക്തിത്വം എന്ന് പറയണത് ഒരു പ്രോഗ്രാമായിട്ട് എൻ്റെ ശരീരത്തിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഈ സംഗതി എവിടെ നിന്നോ സംപ്രേഷണം ചെയ്ത്
ഈ ആൻറ്റിന സ്വീകരിക്കുന്നതാണ്. ആ സംപ്രേഷണം സ്വീകരിച്ച് ഇത് പ്രകടമാകുന്നതിനൊപ്പം ഇതിൻ്റെ പ്രതിഫലനം തിരിച്ച് അങ്ങോട്ടും സംപ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സ്പിരിച്വൽ എൻറ്റിറ്റി ഉണ്ട് എവിടെയോ. ആ സ്പിരിച്വൽ എൻറ്റിറ്റിയുടെ വൈബ്രേഷൻസ് സ്വീകരിച്ചിട്ടാണ് ഈ ശരീരം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ സ്പിരിച്വൽ എൻറ്റിറ്റിയെക്കുറിച്ച് നമ്മൾ വിസ്പേഴ്സിൽ പറയുന്നുണ്ട്. അതായത് നമ്മൾ കുറച്ച് നാൾ ആത്മീയ പരിശീലനം ചെയ്യുന്ന സമയത്ത് നമ്മൾ പുരോഗതി നേടി പരിപൂർണ സമർപ്പണത്തിൻ്റെ അവസ്ഥയായിട്ടുള്ള 9ാമത്തെ ചക്രത്തിലെത്തുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് 2ആയി സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് പ്രകാശിത ലോകത്തിൽ അത് പുനർജനിക്കും. അതിനെയാണ് സ്പിരിച്വൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. SE എന്ന് പറയുന്നത്. നമ്മൾ വിസ്പേഴ്സിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ചില മെസ്സേജസ് ആരാ എഴുതിയിരിക്കണമെന്ന് അതിൻ്റെ അടിയിൽ SE എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ചാരുജി മഹാരാജാണ് ആരാണ് ഈ SE എന്ന് ബാബുജിയോട് ചോദിക്കുന്നത് ഈ മെസ്സേജിൽ. അപ്പോൾ ബാബുജി മഹാരാജ് പറഞ്ഞു അത് നിൻ്റെ തന്നെ പ്രകാശിത ലോകത്തിലുള്ള സ്പിരിച്വൽ എൻറ്റിറ്റി നിന്നോട് സംവേദിക്കുന്നത്. അപ്പോൾ ആത്മീയതയുടെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഈ സ്പിരിച്വൽ എൻറ്റിറ്റി അല്ലെങ്കിൽ ആത്മാവ് സ്പ്ലിറ്റായിട്ട് 2 എണ്ണമാണ്. പ്രകാശ ലോകത്തിലുണ്ട്, ഇവിടെയുണ്ട്. ഇവിടെയുള്ള നമ്മുടെ മനോഭാവവും പെരുമാറ്റ രീതിയും ലക്ഷ്യബോധത്തിനനുസരിച്ചാണ് സ്പിരിച്വൽ എൻറ്റിറ്റിയുടെ വളർച്ചയും തളർച്ചയും. അതുകൊണ്ടാണ് സ്വഭാവ രൂപീകരണം വലിയ പ്രശ്നമാണെന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ സ്പിരിച്വൽ എൻറ്റിറ്റി വളർന്ന് ഒരു പ്രത്യേക അവസ്ഥയിലെത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ പോകാനുള്ള സമയമാകുമ്പോൾ ഈ ആത്മാവ് സെപ്പറേറ്റ് ചെയ്ത് സ്പിരിച്വൽ എൻറ്റിറ്റിയോട് കൂടി ചേർന്ന് പ്രകാശ ലോകത്തിൽ മറ്റൊരു ഉന്നതമായ ബോധത്തിൻ്റെ തലത്തിൽ പുനർജനിക്കുകയാണ്. അപ്പോൾ സ്പിരിച്വൽ എൻറ്റിറ്റി അവിടെ ഉണ്ടാവണം, അത് വളരണം. ഇല്ലെങ്കിലോ സ്പിരിച്വൽ എൻറ്റിറ്റി ഉണ്ടായിട്ടേ ഇല്ലെന്ന് വയ്ക്കുക. നമ്മൾ ആത്മീയ പരിശീലനങ്ങളും ചെയ്തിട്ടില്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഈ ആത്മാവിൻ്റെ വൈബ്രേഷൻ എന്താണ്, ആ വൈബ്രേഷൻ യോജിച്ച ഒരു തലത്തിൽ പോയി നിൽക്കുക. പിന്നീട് അതിൻ്റെ സംസ്കാരങ്ങളും കർമ്മഫലങ്ങളും അനുസരിച്ച് വീണ്ടും പുനർജനിക്കേണ്ടിയിരിക്കും. അപ്പോൾ അതുപോലെയുള്ള ഒരു സ്പിരിച്വൽ എൻറ്റിറ്റിയുടെ ശാസ്ത്രീയമായിട്ടുള്ള തത്വമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം അതിൽ സ്പിരിച്വൽ എൻറ്റിറ്റി എന്ന് തന്നെയാണ് ലിപ്റ്റൺ ബ്രൂസ് പറയുന്നത്. അപ്പോൾ എൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് പുറത്ത് എവിടെയുള്ള ഒരു സ്പിരിച്വൽ എൻറ്റിറ്റി എന്ന് വരുന്ന വൈബ്രേഷൻസാണ്. ഇത് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പറയാണ്, ഒരു നിമിഷം ഞാനൊരു ശാസ്ത്രജ്ഞനായിരുന്നു, ഭൗതികവാദിയായിരുന്നു. അടുത്ത നിമിഷം എനിക്ക് മനസ്സിലായി, ഓ ഞാനൊരു ആത്മാവാണ് അല്ലെങ്കിൽ സ്പിരിറ്റാണ്. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഊർജമാണ്. ഊർജത്തിന് ജനനവുമില്ല മരണവുമില്ല. ഊർജ സംരക്ഷണ നിയമമുണ്ട്. ഊർജത്തിനെ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. പിന്നെയോ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് രൂപാന്തരം സംഭവിക്കാൻ മാത്രമേ സാധ്യതയുള്ളൂ. അപ്പോൾ ഞാൻ ഒരിക്കലും മരിക്കില്ല അദ്ദേഹം പറയണത്. ഈ കണ്ടുപിടുത്തം കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യത എന്താണ്, ഞാൻ സ്പിരിറ്റാണ് അല്ലെങ്കിൽ ആത്മാവാണ്, ഞാൻ മരിക്കില്ല, ഞാൻ ഊർജ്ജമാണ്. അപ്പോൾ ഒരു നിമിഷം ഞാൻ ഭൗതികവാദിയായിരുന്നു, അടുത്ത നിമിഷം ഞാൻ സ്പിരിച്വലായി. എങ്ങനെയായത്? വിശ്വാസം കൊണ്ടല്ല, പിന്നെയോ ഈ ശാസ്ത്രീയ സത്വം, ഈ കോശങ്ങളുടെ പുറത്തുള്ള ഈ പ്രോട്ടീൻ അല്ലെങ്കിൽ സെൽഫ് റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ആൻറ്റിന, അതെങ്ങനെ സിഗ്നൽസ് സ്വീകരിക്കുന്നു, അതെങ്ങനെ ശരീരത്തിൽ പ്രകടമാകുന്നു, ആ പ്രകടമാകുന്നതിൻ്റെ ഫീഡ്ബാക്ക് അതെങ്ങനെ തിരിച്ച് സ്പിരിച്വൽ എൻറ്റിറ്റിയിലേക്ക് സംപ്രേഷണം ചെയ്യുന്നതെന്ന് ശാസ്ത്രീയമായിട്ട് അദ്ദേഹം കണ്ടപ്പോൾ പറയാം, ഒരു നിമിഷം ഞാൻ സ്പിരിച്വലായി. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് സംഭവിച്ച അദ്ദേഹം പറയുന്ന ഒരു നേട്ടം എന്താ വെച്ചാൽ എനിക്ക് മരണഭയം ഇല്ലാണ്ടായി. കാരണം എന്താ, ഞാൻ മരിക്കില്ല, ഊർജത്തിന് നാശമില്ലല്ലോ. ഊർജ രൂപം മാറ്റുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശാസ്ത്രജ്ഞന് ബോധ്യമാണ് ആത്മാവിൻ്റെ നിലനിൽപ്പും അതോടെ അദ്ദേഹത്തിന് മരണഭയം ഇല്ലാണ്ടായി. നമുക്ക് ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മളെ വിട്ടുപോകുന്നത് എന്താണ്? മരണഭയമാണ്. അത് ഈ സ്പിരിച്വൽ എൻറ്റിറ്റി അങ്ങനെയുള്ള കണക്ഷൻസ് കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ അത് ബോധ്യമാവുന്നത്. അപ്പം അദ്ദേഹം പറയാണ്, അപ്പം അതുകൊണ്ട് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഊർജമാണ്, ഞാനും ഊർജമാണ്,
ചില ഊർജങ്ങൾ പരസ്പരം സംഘടിത ശക്തിയായിട്ട് മാറും. ചില ഊർജങ്ങൾ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. നമുക്കറിയാം പ്ലസ് ആൻഡ് മൈനസ് പോലെ. അപ്പോൾ വ്യക്തി നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട് പ്രപഞ്ചവുമായിട്ട് ഹാർമണി അല്ലെങ്കിൽ അനുരഞ്ജിതരായിരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഊർജം സ്വീകരിക്കാൻ സാധിക്കും. അപ്പോൾ സഹവർത്തിത്വം, സഹകരണം അല്ലെങ്കിൽ ഹാർമണി എന്നൊക്കെ പറയുന്നത് സമഞ്ജസമായ പൊരുത്തം എന്നുള്ള അവസ്ഥയിൽ വ്യക്തിക്ക് വലിയ മഹത്തായ നേട്ടമാണ്. എന്താണ്? കൂടുതൽ ഊർജം സ്വീകരിക്കുന്നു. ഊർജം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതമാണ്, ആത്മാവാണ്, അല്ലെങ്കിൽ സ്പിരിറ്റാണ്. കൂടുതൽ ഊർജം എന്ന് പറഞ്ഞാൽ കൂടുതൽ ജീവിതം എന്നാണ് അർത്ഥം. അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള വസ്തുത വിരൽ ചൂണ്ടുന്ന എവിടേക്കാണ്? നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട് സഹവർത്തിത്വത്തിലും അനുരഞ്ജനത്തിലും ഹാർമണിയിലും ജീവിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ദാജി പറയില്ലേ, മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് ശാന്തിയാണ്. ശാന്തി വന്ന ഉടനെ നമ്മൾ ആലോചിക്കുക എന്താ? ചുറ്റുപാടുകളായിട്ട് നമുക്ക് എങ്ങനെ ഹാർമണി ആയിട്ടിരിക്കാമെന്ന്. അപ്പോൾ ഈ ഹാർമണി അല്ലെങ്കിൽ അനുരഞ്ജനം അല്ലെങ്കിൽ ഒരു യോജിപ്പ് എങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള വസ്തുത എന്താണെന്നാണ് ലിപ്റ്റൺ ബ്രൂസ് പറയുന്നത്. അപ്പം അദ്ദേഹം പറയുകയാണ്, ഈ വസ്തുത എനിക്ക് ബോധ്യമായപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന വസ്തുത എന്താണ്? ഒരു കാരണവശാലും ആരെയായിട്ടും ഫൈറ്റ് ചെയ്യാൻ പാടില്ല, പൊരുതേണ്ട ആവശ്യമില്ല. ദേഷ്യം, കോപം, അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ വളരെ അപകടമാണ്. നമ്മുടെ ഊർജം നഷ്ടപ്പെടും. ചൂടാവുക എന്ന് പറഞ്ഞാൽ ഊർജം പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുക, നമ്മുടെ ഊർജം നഷ്ടപ്പെടുക. അപ്പോൾ ഊർജം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ജീവിതം എന്ന് പറഞ്ഞാൽ ഊർജ്ജമാണ്. കൂടുതൽ ഊർജം സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ കൂടുതൽ ജീവിതം ഉണ്ടെന്ന് അർത്ഥം. ഊർജം നഷ്ടപ്പെടുമ്പോഴോ ജീവിതം നഷ്ടപ്പെടുന്ന പോലെയാണ്. അതുകൊണ്ടാണ് പോസിറ്റീവായിട്ടുള്ള മനോഭാവം സൂക്ഷിക്കേണ്ടതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ചാണ് ഈ ലിപ്റ്റൺ ബ്രൂസ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ ഒരു കണ്ടുപിടുത്തം, സെൽഫ് റിസപ്റ്റേഴ്സിൻ്റെ കണ്ടുപിടുത്തം ജീവിതത്തിനോടുള്ള എൻ്റെ കാഴ്ചപ്പാട് വളരെയധികം മാറ്റിമറിച്ചു. ഒരു നിമിഷം ഞാൻ ഭൗതികവാദിയായിരുന്നു, അടുത്ത നിമിഷം ഞാൻ സ്പിരിച്വലായി. എങ്ങനെ ചുറ്റുപാടുകളുമായിട്ട് ഹാർമണിയിൽ ജീവിക്കേണ്ട ആവശ്യകതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ദാജി പറയുന്നതും അതേ രീതിയിലാണ്. അപ്പോൾ ദാജിയുടെ പുസ്തകത്തിലെ ഈ പരിശീലനത്തെക്കുറിച്ച് പറയേണ്ടതൊക്കെ ഈ ആത്മീയ പരിശീലനത്തിലൂടെ നമ്മളെ നയിക്കുന്നത് ഈ ഹാർമണി അല്ലെങ്കിൽ ശാന്തി എന്ന് പറയുന്ന തീരത്തേക്കാണ്. അപ്പോൾ അത് ശാസ്ത്രീയമാണ്. അപ്പോൾ ശാസ്ത്രീയതയും ആത്മീയതും പരസ്പരം സമഞ്ജസമാവുന്ന ഒരു കാഴ്ചയാണ് ലിപ്റ്റൺ ബ്രൂസും ദാജിയും തമ്മിലുള്ള ചർച്ചയിൽ നമുക്ക് കാണാൻ കഴിയുക. ഇതിൽ പിന്നെയും ഒരുപാട് വസ്തുതകൾ ഉണ്ട്. അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. താങ്ക് യു. നമസ്കാരം.